എറണാകുളം നേര്യമംഗലത്ത് കാട്ടാന തള്ളിയിട്ട പന വീണ് മരിച്ച എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനിയുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് ആൻമേരിയുടെ പോസ്റ്റ്മോർട്ടം നടന്നത്. അപകടമുണ്ടായ നീണ്ടപാറ മേഖലയിൽ കാട്ടാന റോഡ് മുറിച്ച് കടക്കുന്നതിന്റെ ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ കാണാം ആദ്യം. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്നും വിഷ്ണു സുരേഷും എബിൻ ജോസും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം വിഷ്ണു സുരേഷിലേക്കാണ്. വിഷ്ണു, ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായതായി മനസ്സിലാക്കുന്നു. തുടർ നടപടികൾ എങ്ങനെയാണ്? മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുന്നതടക്കം. ടിക്ക് 10 മണിയോടുകൂടിയാണ് പോസ്റ്റ്മോർട്ടം ആരംഭിച്ചത്. അല്പസമയത്തിനകം തന്നെ ആൻമരിയുടെ മൃതദേഹം പുറത്തേക്ക് ഇറക്കുമെന്നാണ് ലഭ്യമാകുന്നത് വരെ. നേരത്തെ ഇവിടെ പൊതുദർശനം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. കളമശ്ശേരി ടൗൺ ഹാളിൽ ഒപ്പം പഠിച്ച സഹപാഠികൾക്ക് അന്തിമോപചാരം അർപ്പിക്കുന്നതിന്. പക്ഷേ നിലവിൽ അത് മാറ്റിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നേരെ തൃശൂർ പാഴായിലേക്കുള്ള വീട്ടിലേക്കാണ് മൃതദേഹം കൊണ്ടുപോകുക എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ കോതമംഗലം MLA ആന്റണി ജോൺ അടക്കമുള്ള ആളുകൾ എത്തിയിട്ടുണ്ട്. കേട്ടുകേൾവിയില്ലാത്ത ഒരു മരണമാണ്. നിലവിൽ മൃതദേഹം കൊണ്ടുപോകാനുള്ള നടപടികൾക്ക് പൂർത്തിയായിട്ടുണ്ട്. ഒരു മണിക്കൂറോടകം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിക്കും. അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ വീട്ടിലേക്ക് ഭൗതിക ശരീരം കൊണ്ടുപോകണമെന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. വൈകുന്നേരം 4 മണിയോടുകൂടി അവിടെ സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ചിൽ സംസ്കാരം ക്രമീകരിച്ചിരിക്കുന്നു. അവിടെ ഈ കാട്ടാന പ്രശ്നം സ്ഥിരമായുള്ളൊരു സ്ഥലമാണോ? നേര്യമംഗലം, ചെമ്പൻകുഴി, നീണ്ടപാറ, കരിമണൽ പ്രദേശങ്ങളിൽ വന്യമൃഗശല്യം മറ്റ് പ്രദേശങ്ങൾ ഇപ്പോൾ അവിടെ 5 പഞ്ചായത്തുകളിലേറെയും കുറഞ്ഞും ഈ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ ഇന്നലെ ഈ അപകടമുണ്ടായ ഈ പ്രദേശത്ത് അവിടെ 5 കിലോമീറ്റർ ദൂരത്തിൽ ഹാങ്ങിങ് ഫെൻസിങ്, അതായത് ഏറ്റവും ഫലപ്രദമാണെന്ന് കണ്ടെത്തിയിട്ടുള്ള ഡബിൾ ലൈൻ ഫെൻസിങ് ആണ് നമ്മൾ നിർമ്മിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അപ്പോൾ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഈ ആഴ്ച ആരംഭിക്കാൻ വേണ്ടിയിരിക്കുകയാണ്. അവിടെ 50 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മാണം നടത്താൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ റവന്യൂ തരിശിലൂടെ മാത്രമല്ല സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയിലൂടെയും ഈ ഫെൻസിങ് സ്ഥാപിക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ കർഷകരുടെ അടക്കം കൺസെന്റ് വാങ്ങിയതിന് ശേഷമാണ് നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. ഇത്രയും പെട്ടെന്ന് ഉണ്ടാവും ഈ അപകടം? തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ടെൻഡർ എല്ലാം പൂർത്തീകരിച്ചു. മറ്റു കാര്യങ്ങൾ, അതിന്റെ സാങ്കേതിക നടപടികളെല്ലാം നമ്മൾ പൂർത്തീകരിച്ചതാണ്. അത് ഉടൻ തന്നെ 5 കിലോമീറ്റർ ഈ എൻറ്റയർ ലെങ്ത്തിൽ വരുന്ന നിലയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. രജിത്ത്, ഈ മേഖലയിൽ കാട്ടാനശല്യം രൂക്ഷമാണ്. അതിന് പ്രതിരോധിക്കുന്നതിനുള്ള നടപടികൾ ഒക്കെ ആയിട്ടുണ്ട്. പക്ഷേ ഫെൻസിങ്ങിന്റെ നടപടിയിൽ അത് പണിത് തുടങ്ങുന്നതിന് കുറച്ച് സമയമെടുക്കും. അത് എത്രയും പെട്ടെന്ന് ആരംഭിക്കും. പ്രത്യേകിച്ച് ഈ അപകടത്തിന്റെ കൂടി പശ്ചാത്തലത്തിൽ എത്രയും പെട്ടെന്ന് ആരംഭിക്കും എന്നാണ് കോതമംഗലം MLA ആന്റണി ജോൺ വ്യക്തമാക്കുന്നത്. ഈ മൃതദേഹം 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഇവിടെ നിന്ന് തൃശൂർ പാഴായിലുള്ള ആൻമരിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകും. അവിടെ പാഴായി പള്ളിയിലാണ് സംസ്കാരം തീരുമാനിച്ചിരിക്കുന്നത്. രജിത്ത്.